അപ്പോ എല്ലാവരെയും ഞാൻ ഈ സൂമിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പൊ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സരിത. ഞാൻ കാക്കനാടാണ് താമസിക്കുന്നത്. എല്ലാവർക്കും പരിചിതമായ മുഖം തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാനിതിൽ 3 വർഷത്തോളമായിട്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഒരാളാണ്. എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ആർത്രൈറ്റിസിന്റെ പ്രശ്നമായിട്ട് ഞാൻ 10-17 വർഷത്തോളം മെഡിസിൻ യൂസ് ചെയ്ത് ടെപ്പിലായിപ്പോയ ഒരു വ്യക്തിയാണ്. അപ്പൊ ആരുടെയും പരസഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് ഞാൻ പോയ ആളാണ്. അപ്പോ 17 വർഷത്തോളം മെഡിസിൻ യൂസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു മാസം 6000-4000 രൂപയുടെ മെഡിസിൻ വീതമാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ലക്ഷങ്ങള് ഞാൻ മെഡിസിൻ എന്ന രീതിയിൽ കഴിച്ചിട്ടുണ്ട് ഉള്ളിലേക്ക്. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് എനിക്ക് ഈ പ്രോഡക്റ്റ് ലഭിച്ചത്. അപ്പൊ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുകയും എനിക്ക് വേദനകളൊക്കെ മാറി. ഇപ്പൊ ഒരു മെഡിസിനും ഇല്ലാതെ മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട്. അതുവരെ 3 വർഷമായത് ഉപയോഗിക്കുന്നു. എങ്കിലും ഒരു 2.5 വർഷത്തോളമായിട്ട് മാക്സിമം ഒരു മെഡിസിനും ഇല്ലാതെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു വിശ്വാസമാണ് എന്നിലേക്ക് ഈ ബയോട്ടോറിയം എന്ന കമ്പനിയിലേക്ക് എനിക്ക് വരാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഉള്ള ഒരു പ്രചോദനമായി തീർന്നത്. അതുവഴി ഞാൻ ഒത്തിരി പേരിലേക്ക് പ്രോഡക്റ്റ് എത്തിച്ചു. വെരിക്കോസ് ആയിട്ടും അതുപോലെ എന്റെ പോലെ തന്നെ ആർത്രൈറ്റിസ് പേഷ്യൻസിനും എല്ലാവർക്കും ഞാനിത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്, കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പുതിയ ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭാസ്കർ മടകരയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ റിസൾട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ ഒരു അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ കിടപ്പിലായിരുന്നു. എനിക്ക് ഈ കിതപ്പ് രോഗമായിരുന്നു. അതുകൊണ്ട് പുറത്തു പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഒരാളെന്നോട് ഈ പ്രോഡക്റ്റിനെ പറ്റി പറയുകയും അത് ഉപയോഗിക്കാൻ വേണ്ടി പറയും. ഞാനത് വളരെ പറഞ്ഞ പോലെ തന്നെ ഉപയോഗിക്കുകയും കൈക്ക് സ്റ്റോർ കെട്ടി വെള്ളം വെള്ളം തന്നെ കുടിച്ചു, ബെഞ്ചിൽ കിടന്നു, ഇതൊക്കെ അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. അങ്ങനെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റി. അപ്പോ മാത്രമല്ല നല്ല ഉന്മേഷവും എനിക്ക് സംഭവിച്ചു. അങ്ങനെ ഞാൻ തൽക്കാലം മുക്തനായി. പിന്നെ ഞാൻ ഓരോരുത്തർക്ക് കൊടുക്കാൻ തുടങ്ങി ഈ പ്രോഡക്റ്റ്. അങ്ങനെ കൊടുത്തതിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. കാരണം ഈ സ്ട്രോക്ക് വന്ന ഒരാൾക്ക് കൈ പൊന്തിക്കാൻ കൂടി പറ്റാത്ത ഒരാൾക്ക് കൈ പൊന്തിക്കാനായി. അത് ഈ പ്രോഡക്റ്റ് നല്ലോണം ഉപയോഗിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ സാധിക്കില്ല. ഞാൻ പറഞ്ഞ പോലെ അവരുപയോഗിച്ചു. എപ്പോഴും ഇതുകൊണ്ട് തന്നെ കുളിക്കുകയും ചെയ്തു. ഈ വെള്ളം തന്നെ കുളിക്കുകയും ചെയ്തു അവർ. അങ്ങനെ നല്ല റിസൾട്ട് ഉണ്ടായി. പിന്നീട് എനിക്കുണ്ടായത് ഒരു വെരിക്കോസ് ബാധിച്ച ഒരാളാണ്. കാല് നടക്കാനേ പറ്റാത്ത ഒരാൾക്ക്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്, എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ കൂടി ഉപയോഗിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവർ സന്തോഷത്തോടു കൂടി അവരുപയോഗിച്ചു. ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളം കുടിക്കുകയും എല്ലാം ചെയ്തു. എന്നിരുന്നാലും എനിക്ക് ഫലിക്കില്ലോ. പക്ഷെ ഒരാഴ്ചക്ക് ശേഷമാണ് എനിക്കൊരു ഫോൺ വന്നത്, വേദന കംപ്ലീറ്റ് കുറഞ്ഞിരിക്കുന്നു. അങ്ങനെ എനിക്ക് നല്ല ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു ഇത് തന്നെയായിരുന്നു, ഒരു വാർത്ത തന്നെയായിരുന്നു. ഞാൻ അനൂർ സാറിന്റെ ടീമിൽ വർക്ക് ചെയ്യണു. പിന്നെ എന്നെ കുറിച്ച് ഇപ്പൊ ഒരുവിധം എല്ലാവർക്കും ഒക്കെ അറിയാവുന്നതാണ്. ഞാൻ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നതാണ്. അതിൽ പ്രധാനമായിട്ട് കൂടുതൽ ഇങ്ങനെ സംസാരിക്കാനൊന്നും പറ്റിയായിരുന്നില്ല. ഇപ്പൊ എത്ര മണിക്കൂർ സംസാരിച്ചാലും കുഴപ്പമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. അതിന് കാരണം നമ്മുടെ ഈ ബയോട്ടോറിയം മാഗ്നറ്റ് തെറാപ്പി തന്നെയാണ്. ഒരുപാട് പൈസ മറ്റേ അലോപ്പതിയിൽ ആയുർവേദ അക്യുപഞ്ചർ എന്ന ചികിത്സകളൊക്കെ ഒരുപാട് ചെയ്തതാണ്. ഒരു അത്യപൂർവം രോഗമായിരുന്നു എനിക്ക്. അതായത് ഈ തലച്ചോറിലൊരു ഞരമ്പാന വീക്കായിട്ട് കുറച്ചായിട്ട് അങ്ങനെ രോഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 4-5 മാസത്തോളമായി. അവിടുന്ന് ഇങ്ങോട്ട് കുറച്ചായിട്ട് നമ്മൾ സുഖം പ്രാപിച്ചു വരികയാണ്. അത്യാവശ്യം സംസാരിക്കാനൊക്കെ ആയി. കൈകാലിന്റെ തരിപ്പുകളൊക്കെ മാറി. അതുപോലെ ഷുഗർ ഒരുപാട് മാറ്റം വന്നു. 360 mg ഉണ്ടായിരുന്നത് ഇപ്പോ ഒരു 114-120 നിലനിൽക്കുന്നുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല, ഒരുവിധം സുഖമാണ്. അതുപോലെ എൻ്റെ ഉഷാറ്, എൻ്റെ മാറ്റങ്ങളും കണ്ടിട്ട്
മണ്ണാർക്കാടുള്ള ഒരുപാട് പേര് അന്വേഷിക്കുകയും ഒരുപാട് പേര് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഞാനത് പ്രൊമോട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേർക്ക് വാങ്ങാനും കഴിഞ്ഞിട്ടുണ്ട്. വാങ്ങിയ ഒരുവിധം എല്ലാവർക്കും നല്ല റിസൾട്ടാണ്. ഞങ്ങൾ നല്ല ഫോളോ അപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് നല്ല റിസൾട്ടാണ്. അതിൽ പറയേണ്ടത് ഒന്ന് ഇപ്പം എൻ്റെ വൈഫിന് തന്നെയാണ്. പുള്ളിക്കാരിക്ക് രാത്രി കാലിലൊരു മസിൽ കയറ്റം ഭയങ്കരമായിരുന്നു. കോച്ചിപ്പിടുത്തവും മസിൽ കയറ്റമൊക്കെ ആയിട്ട് ഉറങ്ങാൻ നയിക്കില്ല. ഞങ്ങൾ എല്ലാവരും കൂടെ ഒക്കെ എണീച്ച് കാലൊക്കെ തിരുമ്മി ഒഴിഞ്ഞിട്ടൊക്കെ ശരിയാക്കലാണ്. ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല. പിന്നെ യാത്ര ചെയ്യുമ്പോഴും അതുപോലെ കുറച്ചൊക്കെ യാത്ര ചെയ്യുക, കുറച്ച് ബസ്സിലൊക്കെ ഇരിക്കുമ്പോഴേക്കും മസിൽ കയറും, നല്ല തലവേദന, പിന്നെ ആള് മറ്റേ BP ലോ ആയതുപോലെ കുഴഞ്ഞ് അങ്ങനെ കിടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പൊ അത് തീരെ ഇല്ല. എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് നല്ല ഫാമിലി തന്നെ ഇപ്പൊ അസുഖങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടാവുന്നില്ല. അതുപോലെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു എല്ലാവർക്കും നല്ല മെച്ചമാണ്. അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത് മണ്ണാർക്കാട് തജമ്പാറ അപ്പുറം മുതുകുറിശി ഭാഗത്ത് ഒരു അനിത എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ ഭർത്താവ് സ്ട്രോക്ക് വന്ന് കുഴഞ്ഞിരുന്നായിരുന്നു. അവർക്ക് ഞങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു 2 മാസങ്ങൾക്ക് മുന്നേ 2-3 മാസത്തോളമായി കൊടുക്കണ്ടായി. അപ്പൊ അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞായിരുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 വർഷം കൊണ്ടാണ് ജസ്റ്റ് കയ്യോ കാലൊക്കെ ഒന്ന് അനക്കാൻ കഴിയുള്ളൂ എന്നാണ് അത്രേ. പക്ഷെ ഞങ്ങളിപ്പോ കൊടുത്തിട്ട് നമുക്കിപ്പോ ഇത്രയും ദിവസമേ ആയിട്ടുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അവര് നമുക്ക് വിളിച്ച് വിവരം തന്നായിരുന്നു. ഇപ്പൊ ഒരു വടി ഉപയോഗിച്ചാലും വീൽ ചെയറിന്ന് മെല്ലെ ഒന്ന് എണീറ്റ് നിൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. വീൽ ചെയറിലേക്ക് കാലൊക്കെ കയറ്റി വെക്കുന്നുണ്ട്, കൈയൊക്കെ ഒന്ന് അനക്കുന്നുണ്ട്. വടിയിൽ പിടിക്കാൻ വടിയിൽ പിടിച്ചിട്ടൊന്ന് നീച്ച് നിൽക്കാനൊക്കെ കഴിയുന്നുണ്ട്. കാരണം അതൊക്കെ വളരെ ഞങ്ങൾക്ക് സന്തോഷം തരുന്നൊരു അനുഭവമാണ്. ആ സ്ത്രീക്കും അതിയായ സന്തോഷമുള്ള അനുഭവമാണ്. അവർക്ക് നല്ല നല്ല കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം 4 വർഷം ഒരു ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞ ഒരു രോഗി നമ്മളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് 3 മാസം കൊണ്ട് ചെറുതായിട്ടൊക്കെ അനങ്ങാനും നീച്ച് നടക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സന്തോഷമാണ്. എല്ലാവരും ഇപ്പം ഞങ്ങളിവിടെ കൊടുത്തിട്ടുള്ള ഒരു ഇത് എല്ലാവർക്കും നല്ല അനുഭവമാണ്. അതുപോലെ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഈവനിങ്. പറഞ്ഞോളൂ മാഡം, പറഞ്ഞോളൂ. ഞാന് അങ്ങാടിപ്പുറത്ത് നിന്നാണ്. അസിത എന്ന പേര്. പിന്നെ എനിക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കയ്യിന് നല്ല തരിപ്പുണ്ടായിരുന്നു, അത് കുറഞ്ഞിട്ടുണ്ട്. മുട്ടുവേദന അത് മാറിയിട്ടുണ്ട്. പിന്നെ ചെറിയ ശ്വാസം മുട്ട് പോലെ എപ്പോഴും രാത്രി ഉണ്ടാവലുണ്ട്, അത് മാറിയിട്ടുണ്ട്. പിന്നെ നല്ല ഉറക്കം കിട്ടുന്നുണ്ട്, ശരിയായിട്ടുള്ള ഉറക്കം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അത് മേടിച്ചത്. അത് ഉണ്ട്. പിന്നെ എനിക്കിന്ന് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി പറയാന് വേറെ ഈ ബയോട്ടോറിയത്തിന്റെ തന്നെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, മറ്റേ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നത്. എന്തോ ഒരു ടെക്നോളജി ഉണ്ടല്ലോ, അത് അഗ്രികൾച്ചറിന്റെ അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് നെല്ലുണ്ടാക്കണ കൃഷിക്കാരും കൂടിയാണ്. നെല്ലുണ്ടാക്കും, വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികൾ ഉണ്ടാക്കും. അത് ഒരുപാട് കാലം മുമ്പ് തുടങ്ങിയതാ. 10, 30, 35 വർഷമായിട്ട് എന്നും ഉണ്ടാക്കണതാ, എല്ലാ വർഷവും. അപ്പൊ അങ്ങനെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. അത് ഉപയോഗിച്ചിട്ടാണ് ഇപ്രാവശ്യം നെല്ലുണ്ടാക്കിയത്. ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ ഒരുപാട് സന്തോഷം. എന്താ വെച്ചാല് അത് ഉപയോഗിച്ച കാരണം 30 പറ നെല്ല് അധികം കിട്ടി ഇപ്രാവശ്യം. പിന്നെ പാടത്ത് കൂടെ എല്ലാരും പോകുമ്പോ പറയായിരുന്നു, നിങ്ങളെ നെല്ലിന് മാത്രം എന്താ അത്രയും കൂടുതൽ വിളവ്, ചേച്ചി എന്ത് മരുന്നാ ഉപയോഗിച്ച്. കൃഷി ഓഫീസർ അടക്കം എന്നോട് പറഞ്ഞു, ചേച്ചി എന്ത് മരുന്നാ ഉപയോഗിക്കണം പാടത്ത് ഉപയോഗിച്ചത്. ഇപ്രാവശ്യം ഒരുപാട് കർഷകരുടെ നെല്ലൊക്കെ കേടുവന്നു പോയി ഞങ്ങളെ ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ. അതിലൊരു വീഡിയോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കൃഷിന്റെ ഗ്രൂപ്പിൽ നിന്ന്. അപ്പൊ ഞാൻ കൃഷി ഓഫീസറെ വിളിച്ച് ചോദിച്ചു, അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ അയാൾ എന്നോട് എതിർത്ത്, ഇതിപ്പോ ഇത് ഉപയോഗിച്ച കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുമെന്നൊക്കെ ചോദിച്ചു. പക്ഷെ ദൈവം എന്റെ ഭാഗത്തായിരുന്നു എന്നുള്ളത് ഞങ്ങൾ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ തെളിഞ്ഞു. ഓഫീസറെ മാത്രം വിളിച്ചിട്ട് കാര്യം പറഞ്ഞു കൊടുത്തു. അവര് വേണമെന്നുണ്ടെങ്കിൽ കർഷകർക്ക് പറഞ്ഞു കൊടുക്കട്ടെ, നമ്മള് ഒരാളുടെ കേടുവെന്ന് വെച്ചിട്ട് പറയാൻ പാടില്ലല്ലോ. അങ്ങനെ അപ്പൊ ഞങ്ങൾക്ക് ഇപ്രാവശ്യം നല്ല വിളവ് കിട്ടി. ആ ഒരു സന്തോഷം പറയാൻ വേണ്ടിയിട്ടാണ് ഞാന് കയറിയത്. ഞങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും, എനിക്ക് ഹസ്ബൻഡിനും ടെക്നോളജി ആയിരുന്നു. അതെ
ടെറ ടെക്നോളജി. ടെക്നോളജിയാണ്. ഞങ്ങള് വിത്ത് ഓക്കെ പാവിയപ്പോളെ അത് ഉപയോഗിച്ചിട്ടാണ് പാവിയത്. നെല്ലിന് വേണ്ടിയിട്ട് വിത്ത് ഞാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിലത്തത് എന്താ ഒഴിച്ചിട്ടാണ് വിത്തിട്ടത്. അപ്പൊ ഞാറ് നല്ല നന്നായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു രാസവസ്തുക്കളോ കെമിക്കലോ ഒഴിച്ച ഒരു മരുന്ന് പ്രാവശ്യം അടിച്ചിട്ടുമില്ല. നെല്ലിന് കേടും വന്നില്ല. അങ്ങനെ സന്തോഷമുണ്ട്. ശരി, ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ അഗ്രികൾച്ചറിന്റെ ടെറ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല കൃഷി വിളവ് ഉണ്ടായിട്ടുണ്ട് അജിത മേഡത്തിന്. ഉണ്ടായിട്ടുണ്ട്. സന്തോഷം ആ പറയുന്നതില് നമുക്ക് കാണാം. കാരണം 30 പറ നെല്ലൊക്കെ കൂടുതൽ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ അതെ. അതൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു റിസൾട്ട് ആണെന്നുള്ളതാണ്. അപ്പൊ ആ റിസൾട്ട് നമുക്ക് ഇതിൽ പങ്കുവച്ചതിൽ വളരെ സന്തോഷം. വളരെ നന്ദി മാഡം. അതുപോലെ നമുക്ക് കൃഷി മാഗ്നറ്റ് കൃഷി പ്രോഡക്റ്റ് ഒരു മിനിറ്റ് മാഡം. കൃഷി ഓഫീസർ എന്നോട് പറയൂ. പറഞ്ഞു 60 സെന്റ് സ്ഥലത്ത് 80 പറ നെല്ല് ഉണ്ടാവുള്ളൂ. ഏറ്റവും കൂടുതൽ വിളവാണെങ്കിൽ 90 പറ കിട്ടുള്ളൂ. ഞങ്ങള് വിളവ് കുറഞ്ഞൊരു നെല്ല് ചോറിന് മാത്രം ഉണ്ടാക്കുന്നതാണ്. സാധാരണ കർഷകരൊക്കെ നെല്ല് ഉണ്ടാക്കണ ഇവിടെയൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ടാണ്. തൂക്കം കൂടിയ നെല്ല. ഞങ്ങൾ ഉണ്ടാക്കണ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടാ. ചോന്നരിന്റെ അത് തൂക്കം കുറവാണ് അത്ര. ആ നെല്ലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായി. കൃഷി ഓഫീസർ അടക്കം സമ്മതിച്ചു. ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഓരോ കൃഷി ഓഫീസർ വഴിയും ബന്ധപ്പെട്ടാലും നമുക്ക് ഈ പ്രോഡക്ട്സ് കൊടുക്കാമെന്നുള്ളതാണ് അതിന്റെ റിസൾട്ട് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ ഓരോ മാഗ്നറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മള് മാട്രസ്, പില്ലോ പാഡ് മാത്രമല്ല നമുക്ക് മറ്റ് പ്രോഡക്ട്സുകളും ഇത് വരുന്നുണ്ട്. അതും ഉപയോഗിച്ച് നമുക്ക് കിട്ടുന്ന റിസൾട്ട് കൂടി ഇതിലെല്ലാവരും പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. പേര് തമ്പി, വീട് പെരുമ്പാവൂർ. ഞാൻ ഒരുപാട് റിസൾട്ട് പറയാനുള്ള ആളാണ്, പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നത് അതല്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ രാജു സാറൊക്കെ മീറ്റിംഗിൽ പറയാറുണ്ട് മൃഗങ്ങൾക്കും പറ്റുമെന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ചെറുതോണിയില് അടിമാലിയില് അവിടെ പാണ്ടിപ്പാറ സ്ഥലത്ത് ഒരു ലേഡി പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ വീടിന്റെ അടുത്ത വീട്ടിലെ പശുവിന് അകിട് വീക്കം വന്നു. അകിട് വീക്കം വന്നപ്പോ നമ്മുടെ ഈ പ്രോഡക്റ്റ് അവര് കുപ്പിയിൽ നിന്ന് ഒഴിച്ച് അവർക്ക് കൊടുത്തു. അവരത് സ്പ്രേ ചെയ്തു. 2 ദിവസം സ്പ്രേ ചെയ്തപ്പോഴത്തേക്കും അകിട് വീക്കം മാറി, പാല് കൂടുതൽ കിട്ടി. ആ ഒരു മുലയിൽ നിന്ന് പാല് ഒട്ടും കിട്ടാണ്ടിരുന്നത് ഇഷ്ടംപോലെ പാല് 4 മുല ഒരേപോലെ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അത് നമ്മുടെ ഈ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രോഡക്റ്റ് മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും വളരെയേറെ ഉപകാരപ്രദമാണ്. അതേപോലെ തന്നെ കൃഷിക്കും. ടെറ ടെക്നോളജിയാണ് നമ്മുടെ കൃഷിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ വരാവുന്നത് പുതിയ ടെക്നോളജിയാണ്. പുതിയ പ്രോഡക്റ്റ് എത്തിയിട്ടില്ല. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ. ഓക്കെ സാർ, ഒരു സംശയം. പശുവിന് പ്രോഡക്റ്റ് കൊടുത്ത് വാട്ടറാണോ സാർ ഉദ്ദേശിച്ചത്? അത് നമ്മുടെ മാഗ്നറ്റിസ്ഡ് വാട്ടർ അവര് സ്പ്രേ ചെയ്ത് കുപ്പിയിലെടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു. അങ്ങനെ ഒരു ദിവസം പല പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോ ആ അകിട് വീക്കം മാറിപ്പോയി. അകിട് വീക്കം മാറിയിട്ട് പാല് കിട്ടി. മാഡത്തിന് എനിക്കുള്ള റിസൾട്ട് ഞാനിപ്പോ വീഴ്ചയില് റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. എനിക്ക് കൈ വീണ് ബാത്റൂമില് കെട്ടി വെച്ചേക്കണം. അതുകൊണ്ട് നടു, ചതവ് അങ്ങനെയൊക്കെയാണ്. പക്ഷെ എനിക്ക് ആ വേദന സമയത്ത് ഹോസ്പിറ്റലിൽ ചെന്നിട്ടായാലും രാത്രി കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വാട്ടർ എനർജി പാട് വെച്ച് കെട്ടിയതിന് ശേഷം നല്ല രീതിയിൽ എനിക്ക് വേദന കുറഞ്ഞ കിടന്ന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു റിസൾട്ടാണ്. ഇപ്പോഴും ഞാനത് നടുവിന് ഷോൾ വലിച്ച് കെട്ടി ഇരിക്കുന്നത്. ഈ വീഡിയോ അത് യൂസ് ചെയ്തിട്ടായിരിക്കുന്നത്. എനിക്ക് പറയാൻ പറ്റിയ വേറൊരു റിസൾട്ട് എന്ന് വെച്ചാൽ എന്റെ മകളുടെ ബാക്കിൽ നിൽക്കുന്ന എന്റെ മകള് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് മോൾക്ക് എല്ലാ മെഡിസിൻ അലർജി ആയിരുന്നു. മോൾക്ക് തലയിൽ കരപ്പം വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ കൊടുത്ത മെഡിസിൻ വരെ അലർജിയായി. എന്റെ വോയിസ് ക്ലിയർ ആണോ മാഡം? മോളുടെ കണ്ടറിയാം, മോളുടെ മുടി വട്ടം വെട്ടിയിട്ടേക്കാണ്. മോള് തന്നെ റിസൾട്ട് പറഞ്ഞാണ്. വാട്ടർ എനർജി പാട് വെച്ച് കഴുകിയ ശേഷം ഭയങ്കര സ്മെല്ലെന്ന് പറഞ്ഞാൽ ആ ഒരു മൊത്തം ചൊറി പോലെ വന്നിട്ട് മുടിയൊക്കെ ഒട്ടി പിടിച്ചൊരവസ്ഥയായിരുന്നു. അത് വാട്ടർ എനർജി പാട് വെച്ച് 2 ദിവസം കഴിയപ്പോ നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആ പാട് പോലും ഉണ്ടോ എന്ന് നോക്കിയാൽ താരം വരെ മാറിയ അവസ്ഥയിലായിരുന്നു. ഇന്ന് മോൾക്ക് എല്ലാ മെഡിസിൻ അലർജി ആയിരുന്നു. ഒരു 8 വർഷമായിട്ട് ഞാൻ വിരയുടെ മരുന്നൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് വാട്ടർ എനർജി പാടിന്റെ വെള്ളം കുടിക്കുക. മോക്ക് പാരസെറ്റമോൾ കൊടുത്തിട്ടുണ്ട്,
അതുപോലെ വേറെയുടെ മരുന്ന് കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ല ഇതാണ്. ഇതൊക്കെയാണ് എനിക്കുള്ള റിസൾട്ട്. പിന്നെ എനിക്ക് ശ്വാസമുട്ടലിന്റെ ഓക്കെ മാഡം. പ്രശ്നമൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ. മോളുടെ മുടി ഇത്ര മുടിയൊന്നും അല്ലായിരുന്നു, നല്ല മുടിയുള്ള മോളായിരുന്നു. അതൊക്കെ ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ട് വെട്ടിക്കളഞ്ഞു എന്നുള്ളതാണ്. അതിനുശേഷം കിളിർത്ത് വന്ന പുതിയ മുടിയാണ് ആ മോൾക്ക് ഇപ്പൊ നമ്മൾ കണ്ടത്. അപ്പൊ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത്രയും ഹെവി റിസൾട്ട് ആ മോൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ സിജി മാഡം എന്ന് പറഞ്ഞ നഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പൊ നമ്മുടെ ബയോട്ടോളത്തിൽ ശക്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ കുറെ റിസൾട്ടുകൾ മാഡത്തിനും പറയാനുണ്ട്. പക്ഷെ മാഡത്തിന്റെ ഒരു ശാരീരിക ബുദ്ധിമുട്ട് അനുവദിക്കാത്തതുകൊണ്ടാണ് നമ്മളോട് സംസാരിക്കാത്തത്. ഓക്കെ, എന്തായാലും അത് ആ ഒരു ഇതിൽ നിന്ന് പരിമിതിയിൽ നിന്നിട്ട് ഞങ്ങളോട് റിസൾട്ട് പറഞ്ഞതിന് വളരെ വളരെ നന്ദി പറയാണ്. ഓക്കെ മാഡം, താങ്ക് യു. ഗുഡ് ഈവനിങ്. എന്റെ പേര് സെന്തിൽകുമാർ എന്നാണ്. യെസ്. പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയാണ് താമസം. ഞാൻ കഴിഞ്ഞ 3 വർഷത്തിലേറെയായിട്ട് ബയോട്ടോറിയം ചെയ്യുന്നുണ്ട്. എന്റെ റിസൾട്ട് അല്ല, ഞാൻ ഒരുപാട് നൂറുകണക്കിന് പേർക്ക് റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത ഒരു 2-3 മാസം മുമ്പ് കൊടുത്ത ഒരു പ്രത്യേക റിസൾട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഒരു അമ്മയും ഒരു മോളും ആ മോൾക്ക് ഒരു കുട്ടിയും, അങ്ങനെ 3 പേരടങ്ങുന്ന ഒരു ഫാമിലിയാണ്. അവരുടെ ഹസ്ബൻഡ് ഉണ്ട്. അവർക്ക് വെരിക്കോസ് വെയിൻ ആണ്. അതുപോലെ തന്നെ ആ അമ്മയ്ക്ക് ചെസ്റ്റ് പെയിൻ ആണ്. ഇത് രണ്ടാളും ഉദ്ദേശിച്ച് കൊടുത്തത്. ആ 2 പേരിലെ പേരക്കുട്ടിക്കാണ് ഒരു വികൃതി കൂടുതലുള്ള, ഭയങ്കര വികൃതിയുള്ള ഒരു കുട്ടിയായിരുന്നു, ഒരു ആൺകുട്ടിയായിരുന്നു. ഒരു 5 വയസ്സിന് താഴെ ഉണ്ടാവും ആ കുട്ടി. അതുപോലെ തന്നെ അവരുടെ അമ്മയും അങ്ങനെ ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് നമ്മൾ ഉദ്ദേശിച്ചല്ല കൊടുത്തത്, ആ അച്ഛനും അവരുടെ അമ്മയ്ക്കുമാണ് ഉദ്ദേശിച്ച് കൊടുത്തത്. ആ 2-3 ദിവസം ഉപയോഗിച്ച ശേഷം ആ കുട്ടിയുടെ വികൃതി മാറ്റം വന്നു. വികൃതി തന്നെ നമ്മൾ സ്കൂളിൽ പോണ വാൻ വന്നു കഴിഞ്ഞാൽ തന്നെ ആ കുട്ടി മരത്തിന്റെ അപ്പുറത്ത് പോയി മറിഞ്ഞു നിൽക്കും. ആ പിന്നാലെ തൊടുകിൽ പോയിട്ട് മറിഞ്ഞു നിൽക്കും. എന്നിട്ട് അവരൊക്കെ പിടിച്ചിട്ട് വന്ന് ചങ്ങലയ്ക്ക് കൊണ്ടുവരും പോലെ കൊണ്ടുവന്ന് വണ്ടി കയറ്റുന്ന ഒരു അവസ്ഥയാണ്. അതിന്ന് 1 മാസം കഴിഞ്ഞ ശേഷം നല്ല മാറ്റം വന്നു. അതുപോലെ തന്നെ ആ കുട്ടിന്റെ അമ്മയ്ക്ക് തൈറോയിഡ് ആയിരുന്നു. തൈറോയിഡ് വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇത് ഉപയോഗിച്ച് ഞങ്ങൾ തൈറോയിഡിന്റെ കാര്യം പറഞ്ഞു, കഴുത്തിൽ ആ ബാൻഡ് ഒന്ന് കെട്ടാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. അത് കൃത്യമായിട്ട് കെട്ടി. അതുപോലെ തന്നെ വെള്ളം, ആ സ്കൂളിൽ ജോലിയാണ് അവർക്ക്, ഒരു വായി സംസാരിക്കാൻ പറ്റാത്ത ലേഡിയാണ്. അവർക്കിത് ഈ ബോട്ടിൽ കൈയോടെ കൊണ്ടുപോവുകയും ചെയ്തു, ഈ ബെഡ് ഉപയോഗിക്കുകയും ചെയ്തു. അതിൽ നല്ലൊരു മിറാക്കിൾ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി 1 മാസത്തിനകം നമ്മൾ എന്തിനാണോ ഉദ്ദേശിച്ചത് അതല്ല, ആ അച്ഛനമ്മയ്ക്കാണ് ഉദ്ദേശിച്ചത്, കുട്ടിക്ക് നല്ല ആദ്യം മാറ്റം കിട്ടി. അതിനോടുകൂടി തന്നെ ഈ അമ്മയ്ക്ക് തൈറോയ്ഡ് പരിപൂർണമായിട്ട് ഒരു 3 മാസത്തിനകം മാറി. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു തൈറോയ്ഡ് കംപ്ലീറ്റ് അവസാനിച്ചിരിക്കുന്നത്, തൈറോയ്ഡ് ഇല്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെയാണ് 1 മാസം കഴിഞ്ഞ ശേഷം പുതിയതായിട്ട് കൺസീവായി, ഗർഭിണിയായി എന്നുള്ള സന്തോഷ വാർത്തയും കൂടി ഞങ്ങൾ ഇവിടെ അറിയിച്ചു. എന്നിട്ട് ആ ബെഡ് പിന്നീട് ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടെന്ന് ഒരു ചെറിയ നിർദ്ദേശം പറഞ്ഞിരുന്നല്ലോ, ആ ഗർഭിണികൾക്ക് ഉപയോഗിക്കേണ്ടെന്നുള്ളത്. അത് പറഞ്ഞ് അത് പ്രകാരം ആ ബെഡ് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. ആ കുട്ടിക്കും മറ്റവർക്കൊക്കെ ഉപയോഗിക്കാം, ആ സ്ത്രീക്ക് മാത്രം അത് ഒഴിവാക്കിക്കൊണ്ടും. അതുപോലെ തന്നെ വെള്ളം കുടിക്കാനും ബാൻഡ് കെട്ടാനും ഞാൻ മനോസ്വരത്തും മറ്റവിടെയൊക്കെ അന്വേഷിച്ച് നോക്കിയിട്ട് കൺഫേം ആക്കിയിട്ടാണ് അവർക്ക് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൊടുത്തത് എന്തിനാണോ അതല്ല റിസൾട്ട്, അതിന്റെ അപ്പുറത്ത് റിസൾട്ട് വന്നിട്ടുള്ള ഒരു അനുഭവമാണ്. ആ കുടുംബത്തിൽ 4 പേർക്ക് റിസൾട്ട് വന്നു. നമ്മൾ കൊടുത്തത് 2 പേർക്കാണ്, റിസൾട്ട് 4 പേർക്കാണ് വന്നത്. അത് ഒരു 2-3 മാസം കൊണ്ട് തന്നെ വലിയൊരു മിറാക്കിൾ റിസൾട്ട് എന്ന് പറയാൻ പറ്റും. ഞങ്ങളെ കാണുമ്പോൾ ദൈവം അവരുടെ വീട്ടിലേക്ക് അയച്ച പോലെയാണ് ഞങ്ങളെ കാണുക. അപ്പൊ അത് ഭയങ്കര സന്തോഷമുള്ള നമ്മൾ എന്ത് ബിസിനസ് ചെയ്താലും അതോടൊപ്പം തന്നെ ഈ നമ്മളെ ജനങ്ങൾ കാണുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ ഒരു സന്തോഷം നമുക്കുണ്ട്. അതിലൂടെ കമ്മീഷൻ കിട്ടുന്നുണ്ട്. പിന്നെ 2026 ഡോക്ടർ സാഗർ ജോഷി സാർ വേണ്ട പോലെ കമ്മീഷൻ നമുക്ക് വാരിക്കോരി തരുന്നുണ്ട്. എല്ലാം കൂടി സന്തോഷമാണ്. ഇതുപോലെ ഒരുപാട് മിറാക്കിൾ റിസൾട്ട് എല്ലാവർക്കും വരണം എന്ന് ആശംസിക്കുന്നു. വിഷ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ ഓഫ് ലീഡർ. ജയ് ഈ ബയോട്ടോറിയം. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു റിസൾട്ടാണ്, എനിക്ക് 2 ഷോൾഡർ അനക്കാൻ വയ്യായിരുന്നു, കൈ പൊങ്ങില്ലായിരുന്നു. അപ്പൊ എന്താ പറ്റിയെന്നറിയില്ല, ഭയങ്കര വേദനയായിരുന്നു. 2 ഷോൾഡറും കിടക്കാൻ പാടില്ല, ഒന്നും വയ്യാണ്ടായിരുന്നു. അപ്പൊ രാത്രി ഞാൻ ഈ വാട്ടർ എനർജി പാഡ് കയ്യിൽ കെട്ടിവെച്ചു. പിറ്റേ ദിവസം തന്നെ എൻ്റെ കൈ പൊങ്ങി, ഭയങ്കര വേദനയായിട്ട് ഉറക്കം ഉണ്ടായിരുന്നില്ല. അപ്പോ ആ ഒരു റിസൾട്ട് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയതാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് സംഭവിച്ച ഒരു കാര്യം, എനിക്ക് അലർജി ആയിട്ടായിരുന്നു ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് കുറെ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് വെള്ളം കൃത്യമായിട്ട് കുടിക്കാൻ പറ്റിയില്ല. ഞാൻ വെള്ളം കുടിക്കണേ ഉണ്ടായിരുന്നില്ല. ഒരു കവള് 2 ദാഹിക്കുമ്പോ അങ്ങ് ചെറിയ അളവിൽ കുടിക്കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വീണ്ടും എന്റെ സ്കിന്നിൽ ഇങ്ങനെ അലർജി വീണ്ടും വരാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ആ ലൈഫ് സ്റ്റൈല്
മാറിക്കഴിഞ്ഞപ്പോ നമുക്ക് ആ ഇത് വീണ്ടും വന്നു. അത് അപ്പൊ അതിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കണം, പിന്നെ നമ്മളുടെ ഇത് ഉപയോഗിക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ ഇത് വീണ്ടും നമ്മളിലേക്ക് വരും. അത് നമ്മുടെ ഇത് ഉപയോഗിക്കാത്തോണ്ടല്ല വരുന്നതെന്നല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈല് തെറ്റി പോകുന്നോണ്ടാണ് നമുക്ക് അസുഖങ്ങൾ വന്നേന്ന് അതിൽ നിന്ന് മനസ്സിലായി. എന്റെ സ്കിന്നിൽ ഇങ്ങനെ എന്തോ കഴിച്ചപ്പോ അലർജി ഇങ്ങനെ പോലെ വന്ന് തടിച്ചു പൊങ്ങിയായിരുന്നു. അപ്പൊ എന്റെ ആ ലൈഫ് സ്റ്റൈൽ ഒരാഴ്ച ഞാൻ മാറിയപ്പോ എനിക്ക് അസുഖങ്ങൾ വന്നു. അപ്പൊ നമ്മളുടെ ഡിസോർഡേഴ്സ് ആണ് ഈ അസുഖങ്ങളുടെ കാരണം എന്ന് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് കിട്ടിയ റിസൾട്ട്, എനിക്ക് യൂട്രസ് സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു. അതിനിപ്പോ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം വേദനയെ വരാറില്ല എനിക്ക്. അല്ലെങ്കിൽ പീരീഡ്സ് ഒക്കെ ആയി കഴിഞ്ഞാൽ വയറുവേദന ഭയങ്കരമാണ്. 5-ാമത്തെ ദിവസം ഉണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലാണ്. ആ രൂപത്തിലുള്ള വേദനയാണ്. ഇപ്പൊ എനിക്ക് ആ വേദനയെ വരാറില്ല. ഞാൻ ബെറി ജ്യൂസ് കുടിക്കുന്നുണ്ട്. അതിന് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് യൂട്രസിൽ സിസ്റ്റ് ഉണ്ടായിരുന്നു. അത് എനിക്ക് എന്തോ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ സ്കാനിങ്ങിന് പോയിട്ടില്ല. അപ്പൊ വേദന വരാത്തതുകൊണ്ട് എനിക്കതിന് പോകേണ്ടി വന്നിട്ടില്ല ഇതുവരെ. അപ്പൊ അത്രയും നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ കൊടുത്ത ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ട്. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്ത് കൊടുത്ത ഒരു വൈദ്യന് സ്ട്രോക്ക് വന്നിട്ട് പുള്ളിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിരുന്നു. കൈയുടെ വേദന പോയി. പിന്നെ കൈ നടക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞേ. മുറ്റം വരെ ജസ്റ്റ് മുറ്റത്തൊന്നും ഇറങ്ങില്ലായിരുന്നു ആള്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോ വടി കുത്തിപ്പിടിച്ച് നടന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു റിസൾട്ടാണ്. അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട് എനിക്ക്. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായാലും നമുക്ക് ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും പോയി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് തീർത്തും മാറി എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഒത്തിരി കൂടി സന്തോഷം നമുക്ക് കിട്ടും. നമ്മുടെ പ്രൊഡക്റ്റിലുള്ള വിശ്വാസം കുറച്ചും കൂടി നമുക്ക് കൂടും. അപ്പൊ എന്തായാലും പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ വൈദ്യന്മാർക്ക്, ഡോക്ടേഴ്സിനൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയെന്ന് അറിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം അവരുടെ മെഡിസിൻ മേടിച്ച് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മളുടെ ഒരു പ്രോഡക്റ്റ് കൊണ്ട് അവരെ സുഖപ്പെടുത്താൻ കഴിയുക എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ റിസൾട്ട് മേഡം ഇവിടെ പറഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ സലീം കൊടുങ്ങല്ലൂരാണ്. എന്റെ ക്യാമറ ശരിയല്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, എന്റെ 2ാമത്തെ മരുമകൻ എന്റെ മകളെ വിവാഹം കഴിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് പ്രഷറിന്റെ അസുഖം ഉണ്ടായിരുന്നു. ഇതൊന്നും നമ്മൾ അറിഞ്ഞിരുന്നില്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിന് നെഞ്ചിടിപ്പ് ഉണ്ടായിരുന്നു. വലിയ പ്രായമുള്ള ആളൊന്നുമല്ല, 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോ നെഞ്ചിടിപ്പ് ഉണ്ടായിരുന്നു, തലകറക്കം ഉണ്ടായിരുന്നു. അപ്പൊ പ്രഷറിന് മരുന്ന് കഴിച്ചിട്ടിരുന്നിരുന്നു. അതിന്റെ ഇടയിലാണ് ഇപ്പോ ഇയാളുടെ കഴുത്തിൽ ഒരു മുഴ വന്നു. കഴുത്തിൽ മുഴ വന്നിട്ട് അത് മുഴ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് അത് ക്യാൻസറിന്റെ കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് കളയാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അപ്പൊ ഓപ്പറേഷൻ ചെയ്ത് കളയാമെന്ന് പറഞ്ഞപ്പോ ഞാൻ മരുമകനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞങ്ങളുടെ പ്രോഡക്റ്റ് ഒരു സെറ്റ് മേടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും, അത് നോക്കിയിട്ട് നമുക്ക് പോരെന്ന് ചോദിച്ചു. അപ്പൊ ആളുകൾ സമ്മതിച്ചു. അങ്ങനെ ഇപ്പൊ 2 മാസമായി പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ആൾക്ക് നെഞ്ചെടുപ്പ് കംപ്ലീറ്റ് മാറി, പ്രഷർ നോർമൽ ആയിട്ടുണ്ട്, ഗുളിക നിർത്തിയിട്ടില്ല. ഈ കഴുത്തിൽ പറയുന്ന മുഴ ഇപ്പോ കാണാനില്ല എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതേപോലെ തന്നെ നെഞ്ചിടിപ്പ് കുറവാ. നെഞ്ചിടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് അതില്ല, അത് കറക്റ്റ് ആയെന്നാണ് പിന്നെ എന്നോട് പറഞ്ഞ റിസൾട്ട്. അതേപോലെ തന്നെ ആള് കഷണ്ടിയാണ്. അപ്പൊ കഷണ്ടി ആയിട്ട് ആള് നമ്മുടെ ഈ മാഗ്നറ്റിസം വാട്ടർ തലയില് പുരട്ടുന്നുണ്ട്. ഞാൻ നിർബന്ധിച്ച് ചെയ്യിച്ചതാണ്. എന്റെ മരുമോനാണല്ലോ, തലയിൽ മുടി വരണേ എന്നുള്ള കണക്ക്. പക്ഷെ ഇപ്പൊ ഈ 2 മാസത്തിനുള്ളിൽ അത്യാവശ്യം ചില ഭാഗങ്ങളിലൊക്കെ മുടി കിളിച്ചു തുടങ്ങി. എന്നെ ഒന്ന് കാണിച്ചെന്ന് വാപ്പ, അതേ മുടി ഒരുവിധം കിളിച്ചു വന്നിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. അപ്പൊ നമ്മുടെ ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗത്തിന് ചികിത്സിക്കുന്ന മരുന്നല്ലെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാൻ പ്രാപ്തമാകുന്നതായിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടാത്ത ആരും ഇതിനകത്ത് കയറിയിരിക്കില്ല. എല്ലാവരും റിസൾട്ട് കിട്ടുള്ള ആളുകളാണ്. നമസ്കാരം. ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് ജയ്മോൻ എന്നാണ്. ഞാൻ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വോയിസ് നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത്. വോയിസുമായിട്ട് ഞാൻ ഈ കഴിഞ്ഞ ഏകദേശം ഒരു 4 ദിവസം മുമ്പ് ഒരു വ്യക്തിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കൊടുത്തു, ബയോമാഗ്നറ്റിക് ഉൽപ്പന്നം കൊടുത്തു. അദ്ദേഹത്തോട് വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ ഒരു ഉൽപ്പന്നം നമ്മൾ കൊടുത്തത്. പക്ഷേ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്കിതിൻ്റെ അകത്ത് യാതൊരു തരത്തിലുള്ള വിശ്വാസവുമില്ല, പിന്നെ സാറിൻ്റെ കോൺഫിഡൻറ്റോട് കൂടിയ വർത്താനം, സാറിൻ്റെതായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള വർത്താനം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നത് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു.
ഞാൻ പറയും എനിവേ എന്തും ആയിക്കോട്ടെ, ഒന്നെനിക്കറിയാം, ഈ ഉൽപ്പന്നം വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഒരു 3 ദിവസം തൊട്ട് 21 ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തുകൊണ്ട് അദ്ദേഹം ആ ഉൽപ്പന്നം വാങ്ങി. ആ ഉൽപ്പന്നം വാങ്ങിയതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് വളരെ കരച്ചിലോടുകൂടി ഒരു വാക്ക് പറഞ്ഞു. അതെൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്, അലയടിക്കുകയാണ്. വേറൊന്നുമല്ല, ഏകദേശം 11 വർഷമായിട്ട് ഒരുപോലെ കണ്ണടയ്ക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായിരുന്നു. ശ്രദ്ധിക്കണം, ഏകദേശം 11 വർഷമായിട്ട് ഒരുപോലെ കണ്ണടയ്ക്കാൻ കഴിയാത്ത വ്യക്തി. ആ വ്യക്തി ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്നതാണ്. 2 ടാബ്ലറ്റാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ടാബ്ലറ്റ് കഴിച്ച് ഉറങ്ങിക്കൊണ്ടിരുന്ന മനുഷ്യൻ ഒരു ദിവസം എൻ്റെ വാക്ക് കേട്ടിട്ട് ടാബ്ലറ്റ് കഴിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ടാബ്ലറ്റ് കഴിച്ചില്ല. അദ്ദേഹം 7:30 വരെ, അതായത് വൈകുന്നേരം 8:30 അദ്ദേഹം കിടക്കും, ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, മൊബൈലും കണ്ടുകൊണ്ട്. പക്ഷേ അന്ന് ഭാഗ്യവശാൽ അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ 7:30 ആയപ്പോഴാണ് അദ്ദേഹം എഴുന്നേറ്റത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഞാൻ പല കാര്യങ്ങളും ചിന്തിക്കുന്നത്. വേൾഡ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയ ഈ ഒരു ഉൽപ്പന്നം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് നമ്മളുടെ കോൺഫിഡൻറ്റോടുകൂടി നമ്മൾ പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്കൊരിക്കലും അതിനെ മാറ്റിയെടുക്കാൻ കഴിയത്തില്ല. ഒരുപാട് മരുന്നുകൾ കഴിച്ച്, ഗുളികകൾ കഴിച്ച് അദ്ദേഹത്തിൻ്റെ മറ്റുള്ള അസ്വസ്ഥതകൾ അദ്ദേഹത്തിന് ഉടലെടുക്കുമ്പോൾ ഈ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു മാറ്റമാണ് ഉറക്കം കിട്ടുക എന്നത്. അത് കിട്ടി ശരിക്കും പറഞ്ഞിട്ട് ഉറക്കം കിട്ടി. അത് അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് ആയിരുന്നു. എന്താണെങ്കിലും ആ സന്തോഷമാണ് ഞാനിവിടെ നിങ്ങളുടെ മുൻപിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് കാർത്തികന്യാണ്. എനിക്ക് പ്രൊഡക്റ്റ് തന്നത് ഷാജി സാറാണ്, രാമനാട്ടുകരയുള്ള ഷാജി സാർ. സാറിന് ഏറ്റവും വലിയ നന്ദി പറയാണ് ഞാൻ. പാക്കട്ടെ, ഞാൻ രാമനാട്ടുകരെ തന്നെ ഒരു പ്രൊഡക്റ്റ് കൊടുത്തായിരുന്നു. അതും നമ്മുടെ വാട്ടർ എനർജി പാടും. കേൾക്കുന്നുണ്ടോ മാഡം? കേൾക്കുന്നുണ്ട് മാഡം, പറഞ്ഞോളൂ. അപ്പൊ രാമനാട്ടുകരെ തന്നെ ഞാനൊരു പ്രൊഡക്റ്റ് കൊടുത്തായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വാട്ടർ എനർജി പാഡും റിസ്റ്റും മാത്രമേ കൊടുത്തിട്ടുള്ളായിരുന്നു. ആൾക്ക് വായക്കൂടെ ശരിക്കും ഭക്ഷണം, ഞാൻ പറഞ്ഞതാണ് ആദ്യം, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുത്തു. ആ ആള് മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ ഡോക്ടർമാര് തിരിച്ചു വിട്ടതാ വീട്ടിലേക്ക്. പിന്നെ ഈ പ്രൊഡക്റ്റ് ഒരു 3 ദിവസം ഉപയോഗിച്ചപ്പോഴത്തേന് വായക്കൂടെ ഭക്ഷണം കഴിക്കുക. ഫസ്റ്റ് തന്നെ എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. ദോശയാണ് ഫസ്റ്റ് കഴിച്ചത്. ആ ദോശ കഴിച്ച് പിന്നെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ ഇത്ര പെട്ടെന്ന് മാറിയോന്ന് ഡോക്ടർ ചോദിച്ചത്, മെഡിക്കൽ കോളേജിലെ ഡോക്ടർ. അങ്ങനെ അവര് ട്യൂബ് എടുത്തു. ഇന്ന് സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് നടക്കുന്നു. മറ്റേത് ട്യൂബിൽ കൂടെ ഭക്ഷണം കഴിച്ചാൽ എന്തോരം കഴിക്കാൻ പറ്റും നമുക്കറിയാലോ. അത്രയും നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ മാഡം, പിന്നെയും കുറെ പറയാനുണ്ട്, പിന്നെ പറയാം. ഓക്കെ മാഡം. ഓക്കെ മാഡം, താങ്ക് യു. അതെ, നമുക്ക് ഒരാൾ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഒത്തിരി റിസൾട്ടുകളുണ്ട്. നമുക്ക് അതിനപ്പോൾ എല്ലാവർക്കും അവസരം കിട്ടില്ല. അപ്പോൾ ഓരോ ആഴ്ചയിൽ നമുക്ക് ഇതുപോലെ മീറ്റിങ്ങുകളുണ്ട്. ഓരോ റിസൾട്ട് നമുക്ക് ഓരോ ആഴ്ചയിൽ പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ട്യൂബിൽ കൂടി മരുന്ന് കഴിച്ചിട്ടിരുന്ന ഒരു വ്യക്തി വായിൽ കൂടെ ഭക്ഷണം കഴിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മൾ ഭക്ഷണം എന്തൊക്കെ ഉണ്ടായാലും നമുക്ക് സമയത്തിന് ഭക്ഷണം, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണം. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലുത്. നമ്മുടെ ജീവിതം എങ്ങനെ പോയാലും നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അത് നമുക്ക് അത്രയും മനുഷ്യന് കഴിക്കാൻ സാധിച്ചു, ആ വ്യക്തിക്ക് കഴിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇത്രയും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ദൈവത്തിന്റെ കയ്യൊപ്പ് പ്രോഡക്റ്റ് തന്നെയാണ് അത്. മേഡം ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പാലക്കാട് ജില്ലയിലെ ആലത്തൂരാണ്. ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 3 മാസമേ ആയുള്ളൂ. ഈ 3 മാസത്തിനിടയിൽ ഞാൻ പ്രൊഡക്റ്റുകൾ ഒരു 10-20 പ്രൊഡക്റ്റ് എൻ്റെ ഓൺലൈനിലേക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു നല്ല റിസൾട്ടാണ് ഞാൻ പറയുന്നത്. ഈ കോവിഡ് കാലത്ത് 2021 കാലഘട്ട സമയങ്ങളിൽ ഒരു പാർട്ടിക്ക് കോവിഡ് ബാധിതനാവുകയും അതിനുശേഷം അദ്ദേഹം വളരെ ശാരീരികമായിട്ട് ശരീരത്തിൽ മൊത്തം നീരും, അതുപോലെ ഷുഗർ, അതുപോലെ കൊളസ്ട്രോൾ, ഇല്ലാത്ത അസുഖങ്ങളില്ല. 5 നേരം ഇൻസുലിൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു. എൻ്റെ ലീഡർ വിജയൻ സാർ, അതിനപ്പുറം മനോജ് പട്ടിക്കാട് സാറാണ്. ഞങ്ങളവിടെ പോയി ഈ പ്രൊഡക്റ്റ് കുറിച്ച് പറഞ്ഞപ്പോൾ പുള്ളിക്കാരനത് വാങ്ങാൻ പോലും പൈസ ഇല്ല എന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ ഉപയോഗിക്കാൻ എൻ്റെ ഇല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഞങ്ങൾ ഒരു 500-200 ഒരു പാക്ക്
കൊടുത്ത് നിങ്ങൾ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ് ഉപയോഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കൈ ചോറ് ഉണ്ണാൻ പോലും പറ്റില്ല, കൈ കുഴഞ്ഞ് കയ്യെ അത്രയ്ക്ക് അങ്ങനെ വിരങ്ങി കിടക്കുമായിരുന്നു കയ്യെ. അത് ഏകദേശം ഒരു 15 ദിവസം കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീണ്ടും ഫോളോപ്പിന് പോയപ്പോൾ വിളിച്ചു ചോദിക്കുമായിരുന്നു. പുള്ളിക്കാരൻ നല്ല ഹെവി റിസൾട്ടാണ്, നല്ലപോലെ സംസാരിക്കാൻ തുടങ്ങി, പുള്ളിക്കാരന് കിതപ്പ് മാറി, കാലിൽ നീര് മാറി. ശേഷം ഇപ്പോൾ വർക്കിന് ഫ്രണ്ട്സിനൊക്കെ ഫോണിലൂടെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് കണക്ട് ചെയ്ത് തരുന്നുണ്ട്. ഹെവി റിസൾട്ടാണ്. അതേപോലെ തന്നെ മാഡം, എൻ്റെ ഒരു ഫ്രണ്ട്, അടുത്തൊരു ഫ്രണ്ടായിരുന്നു, എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹം. പുള്ളിക്കാരൻ്റെ വൈഫിന് നടുവേദനയായിട്ട്, വർഷങ്ങളായിട്ടുള്ള നടുവേദന എന്ന് വെച്ചാൽ ഒരു ബക്കറ്റ് പോലും തൂക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഡോക്ടറെ കാണാൻ നാളെ കഴിഞ്ഞ് പിറ്റേന്ന് ഡോക്ടറെ കാണാൻ പോകാൻ ബുക്ക് ചെയ്തതായിരുന്നു. അവസാനം അന്ന് തന്നെ പ്രൊഡക്റ്റ് കൊടുത്തു വന്നു. പിറ്റേന്ന് രാവിലെ അവർക്ക് വളരെ ആശ്വാസമായി എന്നുള്ളതാണ്. ഇന്ന് സുഖമായിട്ട് വെള്ളം എടുക്കുന്നു, ചോരുന്നു, വീട്ടിലെല്ലാം. നല്ലൊരു കർഷക കുടുംബത്തിലെ ഒരു കുട്ടിയാണ് അവൻ്റെ വൈഫ്. അപ്പോൾ അവര് എല്ലാം തന്നെ വീട്ടിലെ ഒത്തിരി പണികൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു പ്രശ്നമില്ലാതെ പോയിക്കും. വെറും റിസൾട്ട് പറഞ്ഞ ഒരു 1.5 മാസത്തെ റിസൾട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. 1.5 മാസം, അതായത് അവര് ഉപയോഗിച്ച് പിറ്റേന്ന് മുതൽ തന്നെ നല്ല ഹെവി റിസൾട്ട്. പറയൂ മാഡം, പറയില്ല മാഡം പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് സരിത മാം. ഞാൻ എന്റെ ഗുഡ് ഈവനിങ് റിസൾട്ട് മാഡം. പറയാം. ഓക്കെ, ഞാൻ ലീന സുജിത്. ഞാൻ തലശ്ശേരി സ്വദേശിനിയാണ്. ജാർഖണ്ഡിൽ റിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് 16 വർഷമായിട്ട്. അപ്പൊ എന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആസ്തമ സംബന്ധമായിട്ടുള്ള കുറെ റിസൾട്ടുകളാണ്. എന്റെ ആസ്തമ കംപ്ലീറ്റ്ലി, ഞാൻ 2 വർഷമായി യൂസ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ആസ്തമ സുഖപ്പെട്ടു. പിന്നെ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, അത് മാറി. പിന്നെ ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ കംപ്ലീറ്റ്ലി എന്താ പറയാ, ഹെൽത്തി ലൈഫാണ് ജീവിക്കുന്നത്. എന്നാലും നമ്മളുടെ റിസ്റ്റ് ബാൻഡും വെള്ളം കുടിയും അതിലൊരു മാറ്റവും ഇല്ല. അപ്പൊ എനിക്കൊരു റീസെന്റ് ആയിട്ട് കിട്ടിയ ഒരു നല്ലൊരു മാജിക്കൽ റിസൾട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ പിന്നെ ഒരു 10-ാം തീയതി ഞാൻ ഡൽഹിയിൽ പോയിരുന്നു. നമ്മുടെ കമ്പനിയുടെ ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് കോഴ്സിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനുള്ള നാടും നല്ല തണുപ്പുള്ള നാടാണ്, പക്ഷെ കോമ്പറ്റീഷൻ പോലെയാണ്. അവിടെ ഡൽഹിയിൽ ഞാൻ പോയ സമയത്ത് 4 ഡിഗ്രി ടെമ്പറേച്ചർ ആയിരുന്നു. അപ്പൊ അവിടെ ഫുള്ള് ട്രാവലും കാര്യങ്ങളൊക്കെ ആയി ഞാൻ തിരിച്ചു വന്നപ്പം എന്താ പറയാ, പിന്നെ എന്താ പറയാ, പന്ത കൊത്തിപ്പളാന്ന് പറയില്ല, അതുപോലെ ഞാൻ ഇവിടെ വന്നപ്പോഴും ഇവിടെയും തണുപ്പിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. യാത്രയുടേതൊക്കെ ആയിട്ട് വന്നപ്പോ എനിക്കൊന്ന് ഭയങ്കര മൂക്കൊലിപ്പ്. അപ്പം പിന്നെ മൂക്കൊലിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിറ്റേന്ന് അതിന്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം മൂക്ക് കട്ടപ്പിടിച്ച്, പിന്നെ നെയ്സൽ ഇൻഫെക്ഷൻ ഒക്കെ വന്ന് ആകെ എനിക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയാം. കാരണം ഞാൻ എത്രയോ വർഷമായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണല്ലോ. സോ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ എൻ്റെ കയ്യിൽ റീസെന്റ് ആയിട്ട് ഞാനൊരു ഐപാഡ് വാങ്ങിയിരുന്നു. സോ നമ്മുടെ ഈ ഓരോ പ്രൊഡക്റ്റിന്റെ ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഓരോന്നും നമ്മളെ കയ്യിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ എന്ത് വെച്ചാൽ രാത്രി ഉറങ്ങുമ്പോൾ നല്ലോണം കണ്ണിന് കെട്ടിയിട്ട് ഐപാഡ് കെട്ടിയിട്ട് ഞാൻ ഉറങ്ങി. ഓക്കെ, അപ്പൊ രാവിലെ ആയപ്പോ എന്താന്ന് വെച്ചാൽ എൻ്റെ ആ മൂക്കൊലിപ്പ് എന്നുള്ളത് കട്ട പിടിക്കാതെ തന്നെ അതങ്ങനെ തന്നെ, അതിനൊരു മാറ്റമില്ല, ആസ് ഇറ്റ് ഈസ് അതങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് ആ മൂക്കിൽ നിൽക്കാൻ പറ്റിയില്ല, ബാക്ടീരിയക്ക് അവിടെ നിൽക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല നമ്മുടെ ഈ പാഡ് കൊണ്ട്. സോ പിറ്റേന്ന് ആ ബാക്ടീരിയ എങ്ങനെയായാലും ആ ബാക്ടീരിയ എന്നെ അറ്റാക്ക് ചെയ്യുന്നുള്ളത് 100% ഉറപ്പാ. അപ്പൊ ആ ബാക്ടീരിയക്ക് എവിടെയെങ്കിലും ഒന്ന് പോയി നിൽക്കണം. അപ്പൊ അത് വല്ലത് ത്രോട്ടിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തുടങ്ങി ഇറിറ്റേഷൻ. അപ്പൊ ആ ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അടുത്തത് ചെസ്റ്റിലേക്ക് പോവുകയാണ് ചെയ്യുക. പിന്നെ അത് ശ്വാസം മുട്ടലിലേക്ക് അത് കൺവേർട്ട് ആവും. ഓക്കെ, ഈ ത്രോട്ടിലേക്ക് ഇറങ്ങിയ ഉടനെ നമ്മുടെ ഇതിനെ അങ്ങോട്ട് ഉപയോഗിച്ചു. ഞാൻ നമ്മുടെ ഈ ഇതുണ്ടല്ലോ ലെതർ ബാൻഡ്, അത് വെച്ച് കഴുത്തിൽ കെട്ടി ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ ഫുള്ള് കഴുത്ത് കെട്ടി. ഡേ ടൈമിൽ പിന്നെ വേറെ പോകാനൊന്നുമില്ല, പിന്നെ യാത്രാക്ഷീണമെല്ലാം കൊണ്ട് പിന്നെ ചെറിയൊരു പനി പോലെ ഉള്ളത് കൊണ്ട് എവിടെയും പോകാനില്ലല്ലോ. സോ ഡേ ടൈമും ഒരു നൈറ്റും ഞാൻ ഇതങ്ങ് കെട്ടി. ആ ഒരു തൊണ്ടയിൽ വന്ന കരകരപ്പുണ്ടല്ലോ, അത് അവിടെ വെച്ച് സ്വിച്ച് ഇട്ട പോലെ അത് അവിടെ വെച്ച് സ്റ്റോപ്പായി. കംപ്ലീറ്റ്ലി സുഖമായി, ഒരു കുഴപ്പമില്ല. എൻ്റെ മോൾക്കും ചെറുതായിട്ട് പനിച്ചിരുന്നു, ഒന്നും കൊടുത്തില്ല, വെറും വെള്ളവും നമ്മുടെ പിന്നെ റിസ്റ്റ് ബാൻഡും മാത്രം. അവള് ബെഡിൽ തന്നെ കിടന്നു, നന്നായിട്ട് റെസ്റ്റ് എടുത്തു. ഞങ്ങൾ 2 ദിവസം വീട്ടിൽ തന്നെ. എന്താ പറയാ, വന്നത് പിന്നെ മല പോലെ വന്നത് പുലി പോലെ പോയി. അത്രയും വലിയ റിസൾട്ട്. കാരണം എനിക്ക് ഇതൊക്കെ എന്താ പറയുക, മാജിക്കൽ റിസൾട്ട്. കാരണം എനിക്കിങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഭയങ്കര അതിന്റെ എല്ലാ പിന്നെ ഹെവി ഡോസ് ഇതിലേക്ക് പോയിട്ട് അമോക്സിലിനൊക്കെ കഴിച്ചുള്ള ഗുളികയൊക്കെ കഴിച്ച് ഒരു വിധമായിട്ടേ മാറൂ.
പക്ഷേ അമേസിങ് റിസൾട്ട്. നമ്മുടെ സാഗർ ജോഷിയോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. പിന്നെ എന്റെ റീസെന്റ് ആയിട്ട് എന്റെ എനിക്കൊരു ബിസിനസ് പാർട്ട്ണർ പുതിയ വന്നത്, അവൾക്കും അവളുടെ ഹസ്ബൻഡിന്റെ ഒരു റിസൾട്ട് പറഞ്ഞെന്താന്ന് വെച്ചാൽ അവളുടെ തൈറോയിഡ് നോർമലായി. തൈറോയിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയിഡ് നോർമലായി. അവൾക്ക് 10 കിലോളം പിന്നെ ബോഡി എന്താ പറയാ വെയിറ്റ് ലോസ് ആയി. കാരണം അവളുടെ ബോഡിയിൽ ഒരു വാട്ടർ റിട്ടൻഷൻ ടൈപ്പ് ഒരു ഇതായിരുന്നു. അപ്പൊ നമ്മുടെ ഈ വെള്ളം കുടിക്കുന്നതുകൊണ്ട് കറക്റ്റ് വെള്ളം യൂസ് ചെയ്യാൻ കുടിക്കുന്നുണ്ട്. സോ നീരായിട്ട് അത് പുറത്തേക്ക് പോയി തോന്നുന്നു. അപ്പൊ നല്ല ബോഡിക്ക് നല്ല റിസൾട്ട്. അപ്പൊ അവരെ കണ്ടിട്ട് മറ്റുള്ളവർ ചോദിക്കാൻ തുടങ്ങി, എങ്ങനെ നിന്റെ വെയിറ്റ് ലൂസായി, നീ എന്താ ചെയ്യുന്നത്, അത് എനിക്കും വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പിന്നെ എന്താ പറയുക ഡിമാൻഡ് ഒക്കെ വന്നിരിക്കുക. ഹസ്ബൻഡിനും അതുപോലെ തന്നെ BP നോർമലായി, തൈറോയിഡ് മാറി, പിന്നെ കാലിന്റെ നീര് കുറഞ്ഞു. അങ്ങനെ നല്ല റിസൾട്ട്. സോ കൊടുക്കുന്നവർക്കൊക്കെ റിസൾട്ടാണ്. ഇനിയും പ്രൊഡക്റ്റ് കൊടുക്കാനുള്ള ഒരു പരിപാടിയിലേക്കാണ്. എന്തായാലും കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് വരികയാണ് നമ്മുടെ റിസൾട്ട് കണ്ടിട്ട്. സോ താങ്ക്സ് ടു സാഗർ ജോഷി, താങ്ക്സ് ടു മനോജ് സർ, എല്ലാവർക്കും താങ്ക്സ് ടു ഈ ബയോട്ടോറിയം. താങ്ക് യു ഓൾ. ഓക്കെ മാഡം. ലീന മാഡത്തിന് റിസൾട്ടുകൾ 1 2 ഒന്നും അല്ല കിട്ടിയിരിക്കുന്നത്, ഫാമിലിക്ക് ഫുൾ റിസൾട്ട് ആണ്. അടുത്ത റിസൾട്ടുമായിട്ട് അടുത്ത ആളിലേക്ക് പോവാം. ഗുഡ് ഈവനിങ് സരിത മാം. മേം പറഞ്ഞോളൂ കേട്ടോ. നമുക്ക് പോയി. ഓക്കെ സഫിയ മാം പറഞ്ഞു. എന്റെ പേര് സഫിയ അബ്ബാസ്, മൂവാറ്റുപുഴ ആണ് എന്റെ സ്വദേശം. എല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം ഞാനൊരു ചെറിയൊരു ജോബുമായിട്ട് ബന്ധപ്പെട്ട് മീറ്റിംഗ് കയറാൻ സാധിച്ചില്ല. പക്ഷെ ജോബ് എന്ന് പറഞ്ഞാല് രാവിലെ 5 മണിക്ക് കമ്പനി വണ്ടി നമ്മുടെ വീടിന് മുറ്റത്ത് വരും. വണ്ടി കയറി നമ്മള് കമ്പനി എക്സ്പോർട്ടിങ് കമ്പനിയാണ്. അവിടെ പ്രോഡക്റ്റ് സാധനങ്ങളൊക്കെ ഫുഡ് പ്രോഡക്റ്റുകളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയിലാണ്. അപ്പൊ അവിടെ മെറ്റീരിയൽസ് ഒക്കെ ഈ പൊടി എല്ലാം പൊടി പോലത്തെ രൂപത്തിലുള്ള സംഭവങ്ങളൊക്കെ. അപ്പൊ നമ്മൾ അതിന്റെ അകത്തേക്ക് നമുക്ക് തുമ്മലൊക്കെ വരും ഓട്ടോമാറ്റിക്കലായിട്ട്. എത്ര തുമ്മലില്ലാത്തവർക്കും നമുക്ക് ആ പൊടി അടിക്കുമ്പോൾ അലർജി പോലെ സംഭവിക്കും. പക്ഷെ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാൽ അവിടെ കയറിയപ്പോ തന്നെ തുമ്മാൻ തുടങ്ങി. തുമ്മി ഭയങ്കര നീർക്കെട്ട് പോലെ വന്നിട്ട് എല്ലാവരും പറഞ്ഞു, കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ പറഞ്ഞു എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ അലർജിക്കുള്ള ഗുളിക ടാബ്ലറ്റ് വേണം. പക്ഷെ ഞാൻ കഴിച്ചില്ല. കാരണം നമ്മുടെ പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഗുളികയുടെ ആവശ്യമില്ലല്ലോ. ഞാൻ നിരന്തരം വരുമ്പോ തന്നെ വെള്ളം കുടിക്കും. പിന്നെ അവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ്, കയറുമ്പോൾ ചെക്കിങ്ങും കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ അവരറിയാതെ നമ്മുടെ ഈ ബയോട്ടോറിയത്തിന്റെ നമ്മുടെ വാട്ടർ എനർജി പാഡ് കാലിന്റെ അപ്പൊ 8 മണിക്കൂർ ഇങ്ങനെ നിന്ന് പാക്കിംഗ് സെക്ഷനിലൊക്കെയാണ്. അപ്പൊ ഞാൻ ഈ മുട്ടിന് താഴെ വെച്ച് ഈ സംഭവം കാലെ കെട്ടി വേറെ സെപ്പറേറ്റ് ഒരു ബെൽറ്റും കൂടെ വെച്ച് കെട്ടി അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ എന്താ പറയാ, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ടയേർഡാ. പക്ഷെ ഞാൻ 2 മണിക്ക് വർക്ക് കഴിഞ്ഞ് വീട്ടിൽ 2:30 മണിയാകുമ്പോൾ എത്തും. പക്ഷെ എങ്കിൽ വീട്ടിൽ വന്നാൽ ഞാൻ ഒരു ടയേർഡ് ആവോ അല്ലെങ്കിൽ ഒന്ന് കിടക്കാനോ, എല്ലാവരും പറയും ഉറക്കമൊക്കെ പോകുന്നല്ലേ, ഒന്ന് റെസ്റ്റ് എടുക്കുന്നത്. പക്ഷെ ഇന്ന് കഴിഞ്ഞ 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് ഇത്ര ദിവസമായിട്ട് ഞാൻ റെസ്റ്റ് എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് അത്ര വാല്യുബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്. കാരണം ഇപ്പൊ എനിക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ സമയമില്ലെങ്കിൽ പോലും ഞാൻ കോണ്ടാക്റ്റുകളെ എന്റെ അനുഭവം ഞാൻ പറയും. ഇപ്പൊ കൂടെ വർക്ക് ചെയ്യുന്ന ഇത്താക്ക, അപ്പൊ അവിടെ സംസാരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഫോൺ സംസാരിച്ചപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് പ്രോഡക്റ്റ് വേണം, ഇയാൾ ആ പ്രോഡക്റ്റ് കൊണ്ട് ആ ബെൽറ്റ് മാത്രമായിട്ട് തരുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ എന്നിട്ട് പുള്ളിക്കാരി പറയാതെ അത് അവിടെ പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കേട്ടോ, സാലറി കട്ട് ചെയ്യും എന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ അനുഭവം ഇപ്പൊ ലീന മാഡം പറഞ്ഞതുപോലെ നമ്മളത് ആത്മാർത്ഥമായിട്ട് അതിനെ വിശ്വസിച്ചുകൊണ്ട് നമ്മളത് ഉപയോഗിച്ച ഏതാളോടും കുടിലും കൊട്ടാരത്തിലും ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ്. അത് മെഡിസിൻ കഴിക്കാതെ തന്നെ നമ്മുടെ ഉള്ളിലെ ഇപ്പൊ എന്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ഉണ്ടായ അലർജി, ഉള്ളിലെ നീർക്കെട്ട് എല്ലാം പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. വീട്ടിൽ വന്നപ്പോ തുമ്മിയായിട്ടും ചുമച്ചായിട്ട് കഫങ്ങൾ ഒരുപാട് പോയി കിട്ടി. അപ്പൊ തന്നെ നമ്മുടെ ബോഡിക്ക് ഒരു എനർജി ആയിട്ട് പറയാം. അപ്പൊ നമ്മൾ പറയേണ്ടത്, പല ആളുകളും പറയും ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് നീർക്കെട്ട് കൂടുന്നത്. പക്ഷെ നീർക്കെട്ട് കൂടുന്നതല്ല, ഉള്ളിലുള്ള ടോക്സിൻസ് ഒക്കെ പുറത്തേക്ക് പോകുന്നതാണ്. അവർക്ക് കാലാകാലങ്ങളായിട്ടുള്ള നീർക്കെട്ടുകൾ കെട്ടിക്കിടക്കുന്നത് പുറത്തേക്ക് പോകുന്നതാണ്. അങ്ങനെ പറയണം. അത് വീണ്ടും വീണ്ടും അത് ആ വെള്ളം തന്നെ യൂസ് ചെയ്യുക, പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് ശരിയായ റിസൾട്ടുകൾ കിട്ടും. അപ്പൊ പറയാന്നൊക്കെ ഒരുപാടുണ്ട് പറയാൻ, ഇനി ആളുകൾക്ക് പറയാനുണ്ടാവും. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ബയോട്ടോറിയം പ്രോഡക്റ്റ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. താങ്ക് യു ഓൾ. താങ്ക് യു ഇതാ മേഡം. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു. അത് നല്ല റിസൾട്ടാണ്. നമ്മുടെ നീർക്കെട്ടൊക്കെ ശരീരത്തിൽ നിന്ന് പോയിട്ട് നമ്മളുടെ ബോഡി ഹെൽത്തി ആവും എന്നുള്ളത് തന്നെയാണ്. ആ ഒരു റിസൾട്ടും എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടാണ്. ഞാൻ എന്റെ ബോഡിയും ഭയങ്കര നീർക്കെട്ടൊക്കെ ആയിട്ട് ഭയങ്കര വണ്ണമായിട്ടിരുന്ന വ്യക്തിയാണ്. ഫോട്ടോസൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ. അപ്പൊ അതിൽ നിന്നും അതെല്ലാം പോയി നമ്മൾ ഒറിജിനൽ ബോഡിയിലേക്ക് വന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു ഹെവി റിസൾട്ട് തന്നെയാണത്.